അപ്പോൾ അത് ആദ്യം നമ്മളൊരു ചെരുപ്പ് ബോക്സ് എടുക്കുന്നുണ്ട്. ആ ചെരുപ്പ് ബോക്സ് നമ്മൾ ഇതേപോലെ വെക്കുന്നുണ്ട്. അടിഭാഗം മുകൾ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഭാഗത്ത് നമുക്ക് കുറച്ച് 1-2 ഭാഗങ്ങളിലായിട്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാനുണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ബോക്സിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. 9 കള്ളികളായിട്ടാണ് നമ്മൾ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തത്. ഇതൊക്കെ ആ കള്ളികൾക്ക്, അതായത് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഒരു ബോർഡർ എന്ന രീതിയിൽ നമ്മൾ വുഡ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഒരു കള്ളി നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓടമുളയിൽ നിന്നും കട്ട് ചെയ്തെടുത്ത വുഡ് പീസുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്കുകൾ ഉപയോഗിക്കാം. സ്റ്റിക്കുകൾ ഇതേപോലെ കള്ളികളായി വെച്ചതിന് ശേഷം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫ്ലെക്സ് കിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഈ ബോക്സിൻ്റെ അടിഭാഗത്തേക്കായിട്ട് നമ്മൾ ഇതേപോലെ ഒരു കള്ളി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ഡോറ് പോലെ നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സിൽ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വുഡിൻ്റെ സ്റ്റിക്ക് കൊണ്ട് നമ്മൾ ചെയ്തെടുത്ത ഫ്രെയിമുകളൊക്കെ നമുക്ക് അതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് വുഡ് സ്റ്റിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒട്ടിച്ചെടുത്ത എല്ലാ ഫ്രെയിമുകളും നമ്മൾ ഇതിൽ ഒട്ടിച്ചെടുത്തു. അപ്പോൾ മുൻഭാഗത്തായിട്ട് നമ്മൾ മുകൾ ഭാഗത്തൊരു ഫ്രെയിം ഒട്ടിച്ചെടുത്തു. പിന്നെ 2 സൈഡ് ഭാഗങ്ങളായിട്ട് നമ്മൾ ഇതേപോലെ 2 ഫ്രെയിമുകൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ വാഴഭാഗം, അതായത് ഈ ബോക്സിൻ്റെ വാഴഭാഗം നമുക്കൊന്ന് ബലപ്പെടുത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് അതൊന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ അടപ്പ് നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ അതും നന്നായിട്ട് സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് ബലപ്പെടുത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫ്രെയിമുകളും നമ്മൾ ഒട്ടിച്ചെടുത്തു. അപ്പോൾ അതേപോലെ തന്നെ സൈഡ് ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ ടാപ്പ് ഒട്ടിച്ച് നമ്മൾ ബലപ്പെടുത്തിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം വരുന്ന ഭാഗത്ത് നമുക്ക് ഈ മൂടിപ്പം നമ്മൾ ഒട്ടിച്ചെടുത്ത ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഒരു ഡോർ പോലെ. അപ്പോൾ അതിനുള്ളിലേക്ക് നമുക്ക് ലൈറ്റൊക്കെ കൊടുക്കാണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പിറകു ഭാഗം വരുന്ന ഭാഗം നമ്മൾ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തത്. ഇത് നമ്മൾ ബോക്സ് ഇതേപോലെ വെച്ചതിന് ശേഷം മുകൾ ഭാഗത്ത് ഇതേപോലെ ചെരിഞ്ഞ 2 പീസ് കാർഡ്ബോർഡോ അല്ലെങ്കിൽ തെർമോക്കോളോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം അതേപോലെ ഒരു മേൽപ്പുര നമ്മൾ അതിന് മുകളിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ പ്ലൈവുഡ് പീസാണ് ഉപയോഗിച്ചത്. അത് നമുക്ക് കാർഡ്ബോർഡോ അല്ലെങ്കിൽ തെർമോക്കോളോ ഇതേപോലെ പ്ലൈവുഡ് പീസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇത് നമ്മൾ അടിഭാഗത്തേക്കായിട്ട് ഇതേപോലെ ഒരു തെർമോക്കോൾ പീസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുകളിൽ നമ്മൾ നമ്മുടെ ബോക്സ് വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മുൻഭാഗത്തേക്ക് കുറച്ച്, അതായത് ഒരു 5-6 സെൻറ്റിമീറ്റർ മുൻഭാഗത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ പീസ് എടുത്തത്, അടിഭാഗത്ത് കൊടുത്ത പീസ് എടുത്തത്. അപ്പോൾ അതിന് മുകളിൽ ഇനി നമ്മൾ ഇതേപോലെ വുഡിൻ്റെ പീസുകൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മുകൾ ഭാഗത്ത് വുഡിൻ്റെ പീസ്, ഇതൊക്കെ നമ്മൾ ഓടമുളയിൽ നിന്നും കട്ട് ചെയ്തെടുത്ത പീസുകളാണ്. അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അടിഭാഗത്ത് കൊടുത്ത തെർമോക്കോളിൻ്റെ സൈഡ് ഭാഗങ്ങളും നമ്മൾ ഇതേപോലെ വുഡ് പീസ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്തെ വുഡ് പീസുകളും നമ്മൾ ഒട്ടിച്ചെടുത്തു. അപ്പോൾ 2 സൈഡ് ഭാഗവും അതേപോലെ തന്നെ മുൻഭാഗമൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതേപോലെ ഇത് കിടത്തി വെക്കാം. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് ഫെവിക്കോളും അതേപോലെ തന്നെ നമ്മുടെ അരിയാണ്, റൈസ്. അപ്പോൾ ഇത് നമ്മൾ കുറുവ അരിയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇത് തരം അരി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ അത് എടുത്തതിന് ശേഷം നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത്, അതായത് ഇതിൻ്റെ നമ്മൾ ആ വുഡ് പീസുകൾ ഒട്ടിച്ചതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അരി വിതറി എടുക്കുന്നുണ്ട്. ഇതേപോലെ അരി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മുൻഭാഗം നമ്മൾ അരി ഒട്ടിച്ചെടുത്തു. നമുക്ക് ഇതിൻ്റെ 2 സൈഡ് ഭാഗങ്ങളും കൂടി ഇതേപോലെ തന്നെ അരി ഒട്ടിച്ചെടുക്കണം.
അപ്പോൾ അതാ 3 ഭാഗവും നമ്മൾ അരി വിതറി, അതായത് അരി ഒട്ടിച്ചെടുത്തു. ഇനി മേൽപ്പുരയുടെ മുകളിൽ നമ്മൾ ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇതേപോലെയുള്ള വുഡ് സ്റ്റിക്കുകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുൻഭാഗത്ത് 2 ഫില്ലറുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓടമുളയുടെ പീസുകളാണ് ഉപയോഗിച്ചത്. അതിനുശേഷം മുൻഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ ഇതേപോലെ വുഡ് പീസൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കളർ ചെയ്തെടുക്കണം. മേൽപ്പുരകൾക്ക് നമ്മൾ ഗോൾഡൻ കളറാണ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ചുമരുകൾക്ക് നമ്മൾ പോളിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ അരിമണി നമ്മൾ പോളിഷ് ചെയ്തെടുക്കുകയാണ്. അത് നമ്മൾ സ്ലീക്കിൽ നമ്മൾ റെഡ് കളറ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ പോളിഷ് ചെയ്തെടുത്താണ്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ പണിയൊക്കെ പൂർത്തിയായി. അപ്പോൾ ഉൾഭാഗത്ത് നമ്മൾ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെരുപ്പ് ബോക്സ് കൊണ്ട് ചെയ്തെടുത്ത ക്രാഫ്റ്റ് അടിപൊളിയല്ലേ? അപ്പോൾ ഇത് 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് നമുക്ക് ഇതേപോലെ ടേബിളിന് മുകളിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് നമുക്ക് ഉൾഭാഗത്ത് ഇതേപോലെ ലൈറ്റൊക്കെ കൊടുത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. അതല്ലാതെ നമുക്ക് വാളിൽ, അതായത് ചുമരിൽ നമുക്ക് ഹാങ്ങിങ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതായത് ചുമരിൽ ലൈറ്റ് പോയിന്റ് ഉള്ള ഭാഗത്ത് നമുക്ക് ഹാങ്ങിങ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഉൾഭാഗത്ത് ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഈ ചെരുപ്പ് ബോക്സ് കൊണ്ട് ചെയ്തെടുത്ത ഈ ക്രാഫ്റ്റ്, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തിരിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.